إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد افترى إثما عظيما اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രമാണങ്ങൾ കൊണ്ട്, നുസൂസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് നാളെ നമ്മൾ പോയി കിടക്കുന്ന ഖബറിൽ, ബർസഖിൽ രക്ഷയും ശിക്ഷയും ഉണ്ട് എന്നത്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു രക്ഷയാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഖബറിൽ രക്ഷയുള്ളതുപോലെ തന്നെ ബർസഖിന്റെ ലോകത്ത് ശിക്ഷ ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ അറിയുകയും അതിൽ നിന്നെല്ലാം നിർബന്ധ ബുദ്ധിയ നമ്മൾ മാറി നിൽക്കുകയും ചെയ്യുക എന്നതാണ് മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പ്രിയമുള്ളവരെ, ഖബറിൽ അല്ലെങ്കിൽ ബർസഖിൽ ശിക്ഷിക്കപ്പെടാൻ കാരണമായ പാപങ്ങളെ സംബന്ധിച്ച് നസ്സുകൾ, പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുഫറും ശിർക്കുമാണ്. വിശിഷ്യ ശിർക്ക് അഥവാ അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറയുന്ന ഒരു പാപം ചെയ്ത ഒരാൾ, അയാൾ മരിച്ച് ഖബറിലെത്തിയാൽ, ബർസഖിന്റെ ലോകത്തെത്തിയാൽ അയാൾ ശിക്ഷാർഹനാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് തുല്യനായി ഒരാളെ നിശ്ചയിക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുക വളരെ ലളിതമായ ഭാഷയിൽ. അഥവാ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളിൽ അള്ളാഹ്ക്ക് പങ്കാളികളെ നിശ്ചയിക്കലാണ് ശിർക്ക്. ഒരു ഇസ്ലാമികമായ നസ്സുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉലൂഹിയത്തിലും റുബൂബിയത്തിലും അസ്മാഇ വസിഫാത്തിലും. ഒന്നും കൂടി വ്യക്താക്കിയാൽ ഇബാദത്തുകളിലും ഇബാദത്തിന്റെ ഇനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ ദുആ പോലെ, നേർച്ച പോലെ, ബലി പോലെ, സത്യം ചെയ്യൽ പോലെ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഒന്ന് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നൽകിയാൽ അത് ശിർക്കായി തീർന്നു, അയാൾ നഷ്ടക്കാരനായി തീർന്നു. അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഗൗരവമേറിയ കൽപ്പന അത് തൗഹീദിനെ സംബന്ധിച്ചാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഗൗരവമേറിയ താക്കീത് അത് ശിർക്കിന്റെ വിഷയത്തിലാണ്. ഇത് രണ്ടും ഒരൊറ്റ ആയത്തിൽ അല്ലാഹു പറഞ്ഞു.
ഏറ്റവും മഹത്തായ ഉപദേശവും ഏറ്റവും ശക്തമായ താക്കീതും. വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്ത് നിസാ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞ വാക്കെന്നറിയോ? വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അവനിൽ യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുക. ഒന്നാമത്തെ കാര്യം ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു. രണ്ട് കാര്യം അതിനകത്ത് കൃത്യമായിട്ട്. ഒന്ന് തൗഹീദ്, രണ്ട് നേരെ അതിന്റെ ളിദ് എതിരായത് എന്ത്? ശിർക്ക് വെക്കരുത് എന്ന്. അതായത് ചില തഫ്സീറുകൾ കാണാം എപ്രകാരം അറിയോ? ജീവനുള്ളതും മരിച്ചതും നിർജീവമായതും സജീവവും എന്നൊന്നും വ്യത്യാസമില്ലാതെ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. വലുതോ ചെറുതുമായ വ്യക്തവും മറഞ്ഞിരിക്കുന്നതുമായ ഒരു ശിർക്കും ജീവിതത്തിലേക്ക് കടന്നു വരരുത്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. കാരണം അള്ളാഹുവിനുള്ള വിശ്വാസം അഥവാ തൗഹീദ്, ഈമാൻ ഏറ്റവും വലിയ കൽപ്പനയാണ്. അതേപോലെ തന്നെ ബഹുദൈവ വിശ്വാസം ശിർക്ക് അത് ഏറ്റവും വലിയ വിലക്കാണ്. ഇമാം ദഅവ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വലിയ വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? വഅഅലമു മാ അമറല്ലാഹു ബിഹി അത്തൗഹീദ് വഅഅലമു മാ നഹാ അൻഹു അശ്ശിർക്ക്. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളത് തൗഹീദാണ്. ഈ ലോകത്ത് അല്ലാഹു 1.25 ലക്ഷത്തോളം നബിമാരെ വിട്ടിട്ട് അവരെ കൊണ്ട് പറയിപ്പിച്ച അടിസ്ഥാന കാര്യം തൗഹീദാണ്. അതേപോലെ തന്നെ അല്ലാഹു വിലക്കിയ തിന്മകളിൽ കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയത് ശിർക്കാണ്. അല്ലാഹു തആല തൗഹീദ് കൊണ്ട് അനുഗ്രഹിക്കുകയും ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ശിർക്ക് ചെയ്താൽ ഉണ്ടാകുന്ന അപകടങ്ങൾ വലുതാണ്. അക്കൂട്ടത്തിൽ ഒന്നാണ് നമ്മുടെ വിഷയവും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്തറിയോ? ഈ ദുനിയാവിൽ നമ്മൾ ചെയ്ത അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുമെന്നതാണ്. അല്ലാഹു പറഞ്ഞു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. വിശുദ്ധ ഖുർആനിൽ 6-ാം അധ്യായം സൂറത്ത് അൻആം 88-ാമത്തെ ആയത്ത്. അവർ അല്ലാഹുവോട് പങ്കു ചേർത്തിരുന്നുവെങ്കിൽ അവർ പ്രവർത്തിച്ചിരുന്നതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമായി പോകുമായിരുന്നു. അഥവാ ദുആയായി, സഹായാർത്ഥനയായി, തേട്ടങ്ങളായി, നേർച്ചകളായി, വഴിപാടുകളായി, അള്ളാഹുവിന് മാത്രം, അള്ളാഹിനോട് മാത്രം എന്നതിൽ എന്തെങ്കിലും ഒന്ന് റബ്ബല്ലാത്ത ശക്തിക്ക്, വ്യക്തിക്ക് നൽകിയാൽ, വസ്തുക്കൾക്ക് നൽകിയാൽ, കിതാബിയായ ഭാഷയിൽ പറഞ്ഞാൽ സ്വനമിനോ വഹനോ രണ്ടിലൊന്നിനും നൽകിയാൽ അത് ശിർക്കായി തീർന്നു. അത് അവന്റെ അമലുകൾ മുഴുവനും ബാത്തിലാക്കുന്ന പ്രവർത്തനമാണ്. അതിലെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശിർക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഏത് തിന്മയും അല്ലാഹു തആല പുറത്തു കൊടുക്കും അവനുദ്ദേശിക്കുന്നവർക്ക്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹി അൽ ഹറാനി അവിടുന്ന് അദ്ദേഹത്തിന്റെ ഒരു വലിയ ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗത്ത് ചെറിയ ഒരു വിവരണം നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന 10ഓളം കാര്യങ്ങൾ. അതിലും ആദ്യത്തെ 3 കാര്യങ്ങൾ നാം ഓരോരുത്തരും നിർവഹിക്കേണ്ടതാണ്. രണ്ടാമത്തെ 3 കാര്യങ്ങൾ മറ്റുള്ളവരിൽ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ 4 കാര്യങ്ങൾ അത് അല്ലാഹുവിന്റെ മഹത്തായ ഫള് കൊണ്ട് ഒരു മനുഷ്യർക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ 10 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ബിദിനില്ലാ നമുക്കതൊരു ഖുത്ബയിൽ പിന്നീട് വിശദീകരിക്കാം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ചാൽ, എല്ലാ തിന്മയും അല്ലാഹ് പുറത്തുതരും. ശിർക്ക് ഒഴിച്ചെന്ന് പറഞ്ഞാൽ തൗബ കൊണ്ട് മാത്രം പൊറുക്കപ്പെടുന്ന ഒരു തിന്മയാണ് ശിർക്ക് എന്ന് പറയുന്നത്. നമുക്ക് അറിയേണ്ട ഒരു ആയത്താണ്. എന്തായത്ത്? അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ. അല്ലാഹ് പറഞ്ഞെന്താ? അവനോട് പങ്കു ചേർക്കപ്പെടുന്നത് അല്ലാഹു ഒരിക്കലും പൊറുക്കൂല. അതൊഴിച്ചുള്ളതെല്ലാം, ബാക്കി തിന്മകളെല്ലാം അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ്. ആര് അള്ളാഹുവോട് ശിർക്ക് വെച്ചുവോ അവൻ തീർച്ചയായും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ചമച്ചുണ്ടാക്കിയിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തു നിസാ 48-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു. 3-ാമത്തെ കാര്യം എന്തറിയോ? സ്വർഗം ഹറാമാണ്, നരകം അവന്റെ വാസസ്ഥലമാകും. അതാണ് ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. അല്ലാഹുവിനോട് ആരെങ്കിലും പങ്കു ചേർക്കുന്ന പക്ഷം തീർച്ചയായും അവന് സ്വർഗം ഹറാമാണ്, നരകം അവന്റെ വാസസ്ഥലമാണ്. കൂടാതെ ശിർക്കിന്റെ ദുരന്ത ഫലം പ്രിയമുള്ളവരെ ആഖിറത്തിൽ മാത്രമല്ല, അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഖബറിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന
ശിർക്കിൽ മരിച്ചവർക്ക് ബർസഖി ലോകത്ത് ശിക്ഷയുണ്ടെന്ന്. ബർസഖിൽ ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാമതായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ മുഴുവൻ എണ്ണിയത് അശ്ശിർക്കു ബില്ലാഹ് എന്നതാണ്. പരലോകത്ത് മാത്രമല്ല, ദുനിയാവ് തന്നെ കിട്ടുന്ന. നമ്മൾ കഴിഞ്ഞ 1-2 ഖുത്ബകൾക്ക് മുമ്പ് സൂചിപ്പിച്ച ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ നജ്ജാർ എന്ന് പറഞ്ഞ ഒരു ഗോത്രക്കാരുടെ തോട്ടത്തിൽ നബി പ്രവേശിച്ച ഒരു സംഭവം ഉണ്ടായി. ആ തോട്ടത്തിൽ നബി പ്രവേശിക്കുന്നത് ഒരു കോവർ കഴുതയുടെ പുറത്താണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ ചിലരൊക്കെ നബിയുടെ കൂടെ ഉണ്ട്. ആ നേരം കഴുത ആ തോട്ടത്തിൽ നിന്ന് വഴിമാറുകയും അത് വിറളി പിടിക്കുകയും നബി അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചില ഖബറുകൾ കാണുകയുണ്ടായി. നബി ചോദിച്ചു, മൻ യഅരിഫു അസ്ഹാബ ഹാദിഹിൽ അഖ്ബർ, ഈ ഖബറിൽ കിടക്കുന്ന ആളുകളെ കുറിച്ച് ആർക്കറിയാം? അപ്പൊ ഒരാൾ പറഞ്ഞു, സഹാബി പറഞ്ഞു, എനിക്കറിയാം. അപ്പൊ നബി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഫമതാ മാത ഹഉലാ, എപ്പോഴാണ് അഥവാ ഏതവസ്ഥയിലാണ് ഇവർ മരണപ്പെട്ടത്? ഇസ്ലാമിലാണോ അതല്ല ജാഹിലിയത്തിലാണോ? തൗഹീദിലാണോ അതല്ല ശിർക്കിലാണോ? ഖാല, അപ്പൊ സഹാബി പറഞ്ഞു, മാതു ഫിൽ ഇശ്റാഖ്, അവര് മരിച്ചത് ശിർക്കിലായിരിക്കണമെന്നാണ്. എന്തുകൊണ്ടാണ് കഴുത വിറളി പിടിച്ചത്? എന്തുകൊണ്ടാണ് മൃഗങ്ങൾക്ക് അത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നതിന്റെ ചർച്ചയിൽ അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിക്കുന്നത്, മനുഷ്യരല്ലാത്ത മറ്റ് സൃഷ്ടികൾക്ക് ഖബറിലെ ശിക്ഷ കേൾക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകിയിട്ടുണ്ടെന്നാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. അതൊന്നും കൂടി വ്യക്തമാക്കാൻ നബി പറയുമ്പോ നബി പറഞ്ഞത്, ഇന്ന ഹാദിഹിൽ ഉമ്മത തുബ്തല ഫീ ഖുബൂരിഹാ, ഈ സമുദായം നിശ്ചയമായും തങ്ങളുടെ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടും. ഫലൗലാ അല്ലാ തദാഫനൂ ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബറി അല്ലദി അസ്മഉ മിൻഹു, നിങ്ങൾ അന്യോന്യം മറമാടുകയില്ലെന്ന് ഞാൻ ഭയന്നില്ലായിരുന്നുവെങ്കിൽ ഖബറിൽ നിന്ന് ഞാൻ കേൾക്കുന്ന ശിക്ഷ നിങ്ങൾക്ക് കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ 2867 നമ്പർ ഹദീസ്. ശറഹിൽ കാണാം, മുഹദ്ദിഥീങ്ങളുടെ വിവരണത്തിൽ കാണാം, ഖബറിൽ പീഡിപ്പിക്കപ്പെടുന്ന, പ്രയാസം അനുഭവിക്കപ്പെടുന്ന ആളുകളുടെ ശബ്ദങ്ങൾ കേൾക്കാനുള്ള കഴിവ് അള്ളാഹു എനിക്ക് വഹീന്റെ അടിസ്ഥാനത്തിൽ നൽകിയതുപോലെ നിങ്ങൾക്കും നൽകണമെന്ന് ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. കാരണം എന്താ? ഇപ്പോൾ ഈ ഖബറിൽ നിന്ന് ഞാൻ കേൾക്കുന്നത് പോലെയാണ്. അപ്പൊ ശരിക്കും ആ ഖബറിൽ ആളുകൾ ശിക്ഷിക്കപ്പെടുന്ന ആര് കേൾക്കുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? അവര് ശിർക്കിലാണ് മരിച്ചുപോയത് എന്നുള്ളതാണ്. അതിനാൽ പ്രിയമുള്ളവർ, നമ്മൾ ശിർക്കിനെ സൂക്ഷിക്കണം. സത്യത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കും, ഇത് ഇത്ര വലിയൊരു ഗൗരവമുള്ള കാര്യമാണ്. അതേ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം അത് ശിർക്കാണ്. ഏറ്റവും ഗൗരവമുള്ള കാര്യം, ഏറ്റവും അബദ്ധം ശിർക്കാണ്, ഏറ്റവും വലിയ തിന്മ ശിർക്കാണ്. റഅ്സു കുല്ല ഫിത്ന, എല്ലാ ഫിത്നയുടെയും ഹെഡാണ്, തലയാണ് അശ്ശിർക്കു ബില്ലാഹ് എന്നത്. അതുകൊണ്ട് ശിർക്കിനെ നമ്മൾ സൂക്ഷിക്കണമെന്ന് മാത്രമല്ല, ശിർക്ക് വരാതിരിക്കാൻ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യണം. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇമാമുൽ മുവഹിദീനാണ്. അദ്ദേഹം പ്രാർത്ഥിക്കണ പ്രാർത്ഥന എന്തറിയോ? നമ്മളെപ്പോലെ 10 കൊല്ലായി തൗഹീദിലാണ്, 20 കൊല്ലായി തൗഹീദിലാണ്, അല്ലെ 50 കൊല്ലത്തെ പാരമ്പര്യമുണ്ട് എനിക്ക് എന്ന വാചോടാപത്തിനപ്പുറത്തേക്ക് ഇമാമുൽ മുവഹിദീൻ, ശിർക്കിന്റെ കണ്ടകോടാലി എന്നറിയപ്പെടുന്ന മഹാൻ, അദ്ദേഹം പ്രാർത്ഥിക്കാണ്. അത്ര കാലം ശിർക്കിനെതിരെ പോരാടിയ മഹാൻ പ്രാർത്ഥിക്കണം അവസാനം, വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം, അല്ലാഹു എന്നെയും എന്റെ മക്കളെയും ഇസ്മായിൽ ഇസ്ഹാഖും 2 നബിമാരാണ്, ഞങ്ങളെ നീ വിഗ്രഹങ്ങൾക്ക് ആരാധന നടത്തുന്നതിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന്. ആര്? ഇമാമുൽ മുവഹിദീൻ. സ്വർഗത്തിൽ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാമുൽ മുവഹിദീൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് തൗഹീദിന്റെ പാരമ്പര്യമുണ്ട് എന്നല്ല, പിന്നെ ഭയന്നിട്ട് പേടിച്ചിട്ട്. ആ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്ന വാചകത്തെ അഖീദ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കണം. എങ്ങനെയെന്നറിയോ? ഉള്ളിൽ നിന്നുള്ള വേദനയും ഭയവും ഒക്കെ പാടെ ഉൾക്കൊണ്ട് ഒരു കരച്ചിലിന്റേതായ ശബ്ദത്തിൽ നിന്നാണ് ആ പ്രയോഗത്തിന്റെ ശൈലി വിശദീകരിക്കുന്നത്. ബേജാറും സങ്കടവും പേടിയെല്ലാം കൂടി കൂടിക്കലർന്നൊരു ശൈലിയാണ് ആ വാചകത്തിനുള്ളതെന്നാണ് അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്ന ആ പ്രയോഗത്തെക്കുറിച്ച്. നമുക്കോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മൾ വിചാരിക്കും, അത് നമ്മൾ അത്ര പേടിക്കേണ്ടതില്ലേ? പേടിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ, പേടിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പേടിച്ചു.
മുഹമ്മദ് നബി പേടിച്ചു. തൗഹീദിന്റെ ബഹറിൽ മുങ്ങിക്കുളിച്ച മഹാൻ വരെ പേടിച്ചു ശിർക്ക് വരുമോ എന്ന്. എന്താ മഹാനായ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന അറിയോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലമു വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. വല്ലാത്തൊരു വാക്കാണ്. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് ഇബാദത്തിന്റെ ഇനങ്ങളും വകുപ്പുകളും നിനക്ക് നൽകി നിന്നോട് ശിർക്ക് വെക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇനിയോ എനിക്കറിയാത്തതിൽ അഥവാ അറിയാതെ എന്നിൽ സംഭവിച്ചു പോകുന്ന ശിർക്കിൽ നിന്നും ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നു. ഇമാം അഹ്മദ് ഒക്കെ ഉദ്ധരിച്ച ഹദീസ് അല്ലാമത്തുൽ അൽബാനി സഹീഹാണ് എന്ന് അദ്ദേഹത്തിന് സഹീഹുൽ ജാമിഇൽ ഹുക്മ നൽകിയ ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ കാരണമാകുന്ന ഏറ്റവും വലിയ തിന്മയാണ് അശ്ശിർക്കു ബില്ലാഹ്. അല്ലാഹു കാക്കുമാറാകട്ടെ. രണ്ടാമത്തൊരു കാര്യം, മൂത്രം ഒഴിച്ച് കൃത്യമായി ശുദ്ധീകരിക്കാത്ത ആളുകൾക്ക് ഖബറിൽ ശിക്ഷയുണ്ട്. അല്ലാഹുൽ മുസ്തആൻ. ഒരു ഫിഖഹിയായ ഒരു വിഷയം കൂടിയാണ്. അതായത് മൂത്രമൊഴിക്കുന്ന ആളുകളാണ് മനുഷ്യരെല്ലാരും. നമ്മളെല്ലാരും അത് നിർവഹിച്ചിട്ടാണ് ഒരു പക്ഷേ പള്ളിക്ക് കയറിയിട്ടുണ്ടാവുക. ആ മൂത്രമൊഴിക്കുന്നിടത്ത് മറ സ്വീകരിക്കാതിരിക്കലും മൂത്ര വിസർജനത്തിന് ശേഷം ശുദ്ധി വരുത്താതിരിക്കലും ഖബർ ശിക്ഷയ്ക്ക് കാരണമാണ്. മാത്രമല്ല, പണ്ഡിതന്മാർ പറഞ്ഞ വിഷയം എന്താ വെച്ചാല്, മൂത്രം പൂർണ്ണമായി ഒഴിക്കാതെ ബാക്കി, അല്ലെങ്കിൽ അത് ഒഴിഞ്ഞു പോകാതെ ബാക്കി വസ്ത്രത്തിലോ അല്ലെങ്കിൽ ശരീരത്തിലേക്കോ ഒലിച്ചിറങ്ങുന്ന രീതിയിൽ തിരക്കുകൂട്ടി നിർവഹിക്കുക എന്നത് വലിയ അപകടമാണ്. മൂത്രമൊഴിക്കുന്ന സ്ഥലത്തുനിന്ന് തിരിച്ച് തെറിക്കുന്നതിൽ നിന്ന്, ഇങ്ങോട്ട് തെറിക്കുന്നതിൽ നിന്ന് മറ സ്വീകരിക്കാതിരിക്കലും അപകടമാണ്. മൂന്നാമത്തെ കാര്യം, മൂത്രവിസർജനം നടത്തുമ്പോൾ നമ്മുടെ നഗ്നത, പ്രത്യേകിച്ച് തുട, ആണുങ്ങളുടെ തുട മറ്റൊരാണിന് ഹറാമാണ്. അത് മറ്റുള്ളവർ കാണുന്നതിൽ നിന്ന് മറ സ്വീകരിക്കാതിരിക്കലും മുഅ്മിനീങ്ങൾ സൂക്ഷിക്കേണ്ട വലിയ കുറ്റകരമായ കാര്യങ്ങളാണ്. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ തുണിയൊക്കെ ഇങ്ങോട്ട് മാടി കുത്തി മടക്കിയിട്ട് ഇരുത്താണ്. അപ്പൊ എന്റെ തുട മൊത്തം പുറത്താണ്. കേറി വരുന്ന ആളുകളൊക്കെ കാണും. പാടില്ല, പാടില്ല. നമ്മുടെ തൊട ഔറത്താണ്. ബാപ്പാന്റെ തൊട മോന് കാണാൻ പാടില്ല, മോന്റെ തൊട ബാപ്പ കാണാൻ പാടില്ല. പിന്നെ നാട്ടിൽ കാണാൻ പറ്റുമോ? ഗൗരവത്തിലാലേക്കണം. വലിയ വിഷയമാണ്. മൂത്രത്തിന്റെ വിഷയത്തിൽ ഖബറിൽ ശിക്ഷയുണ്ട് എന്ന ഹദീസുകൾ എത്രയെന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 218 നമ്പറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഖബറുകൾക്കരികിലൂടെ നടന്നു. ഫഖാല, എന്നിട്ട് നബി പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദബാൻ, ഈ 2 ഖബറിലുള്ളവരും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. വമാ യുഅദ്ദബാനി ഫീ കബീരിൻ, എന്നാൽ ഒരു വലിയ കാര്യത്തിനൊന്നല്ല, വലിയ തിന്മകൾക്കൊന്നല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ വലിയൊരു കാര്യത്തിനല്ല. പിന്നെയോ അമ്മ അഹദുഹുമ, അതിൽ ഒന്നാമത്തെ, രണ്ടാമത് ഇൻഷാ നമ്മൾ പിന്നെ പറയും. അമ്മ അഹദുഹുമ, അതിൽ ഒരാൾ ആരെന്നറിയോ? ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ, രണ്ടിലൊരാൾ, ശിക്ഷിക്കപ്പെടുന്ന ആൾ തന്റെ മൂത്രത്തിൽ നിന്ന്, അതായത് മൂത്രമൊഴിക്കുമ്പോ തിരിച്ചിങ്ങോട്ട് തെറിക്കുന്നതിൽ നിന്ന് മറ സ്വീകരിക്കുമായിരുന്നില്ല. ഇബ്നു മാജ ഉദ്ധരിച്ച മറ്റൊരു ഹദീസിലുള്ളത് ലാ യസ്തൻസിഹു മിൻ ബൗലിഹി, അയാൾ മൂത്രത്തെ തൊട്ട് അല്ലെങ്കിൽ മൂത്രത്തിൽ നിന്ന് ശുദ്ധി പ്രാപിക്കുമായിരുന്നില്ല എന്നാണ്. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല തൊട്ട് ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസ് അല്ലാമത്തുൽ അൽബാനി സഹീഹുൽ ജാമിഇൽ 3002 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസ്, അതിനകത്ത് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അമ്മത അദാബിൽ ഖബ്രി മിനൽ ബൗൽ ഫതനസ്സഹു അൻഹു, ഖബർ ശിക്ഷയിൽ കൂടുതലും മൂത്രത്തിന്റെ വിഷയത്തിലാണ്. അല്ലാഹു തആല കാക്കട്ടെ. എന്താണെന്നറിയ വിഷയം? അതിനാൽ നിങ്ങൾ മൂത്രത്തിൽ നിന്ന് ശുദ്ധിയാവുക. ഇതൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഒരു റിപ്പോർട്ടിൽ കാണാം, ഇസ്തൻസിഹു മിനൽ ബൗൽ, നിങ്ങൾ മൂത്രത്തിൽ നിന്ന് ശുദ്ധിയാകുക. ഫഇന്ന അമ്മത അദാബിൽ ഖബ്രി മിൻഹു, കാരണം ഖബർ ശിക്ഷയിൽ ഏറ്റവും കൂടുതൽ അതിനാലാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒൽഹാസിലാകത്തുക, നമ്മൾ മൂത്രമൊഴിക്കുമ്പോ ആ ഒഴിച്ച ഉടനെ എഴുന്നേൽക്കുന്ന ഒരു സംസ്കാരം ചിലപ്പോ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പണ്ടേ ഫിഖഹിയായി ഒരു ഉസ്താദിന്റെ കീഴിലൊക്കെ നമ്മൾ ശരിക്ക് മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ ഉസ്താദ്മാർ നമുക്ക് ശരിക്കും പറഞ്ഞതും എനിക്കൊക്കെ നല്ല ഓർമ്മ ഉണ്ട്. നമുക്കത് ഓർമ്മ ഉണ്ടാവും. എന്ത് മൂത്രം ശരിക്കും പോകണമെന്ന് തോന്നുന്നു, ഒന്ന് എഴുന്നേറ്റ് എന്നാലും ചുമച്ച് ഒന്ന് 2 സൈഡിലേക്കൊക്കെ ചെരിഞ്ഞിരുന്ന് അങ്ങനെ അത് മുഴുവൻ ഒറ്റിപ്പോയി എന്ന് ഉറപ്പ് വരുത്താനുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവും. ഒരു വസ്വാസ് ഉണ്ടാക്കണം എന്നല്ല അതിന്റെ അർത്ഥം. ഇത് വസ്വാസ് ശൈത്താനിയത്താണ്, വസ്വസ്വത്വമിനെ ശൈത്താൻ അതല്ല. പിന്നെ ശരിക്കും അത് പോയി എന്നൊരു ഉറപ്പ് വരുത്തണം. ചില ആളുകൾ വസ്വാസിന്റെ ലോകത്തേക്ക് പോകും. അത് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് വലിയൊരു വേറൊരു അബദ്ധം. അപ്പൊ നമ്മൾ ശരിക്കും അത് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് ശിക്ഷിക്കപ്പെടുമെന്നാണ് ഹദീസിൽ നിന്ന് കാണുന്നത്. അല്ലാഹുൽ മുസ്തഅൻ.
അതേ ഹദീസിന്റെ ഒരു വാക്യാണ് മൂന്നാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം നമീമത്താണ്. അതിന് പച്ച മലയാളത്തിൽ പറയാം ഏഷണി എന്ന് പറയാം. ഏഷണി എന്താ ശരിക്കും നമീമത്ത് എന്ന് പറഞ്ഞാൽ? കുഴപ്പം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ വാർത്തയുമായി നടക്കുന്നതിനാണ് പച്ച മലയാളത്തിൽ നമീമത്ത് ഏഷണി എന്ന് പറയാം. അതിന് അറബിൽ നമീമത്ത് എന്ന് പറയാം. അതായത് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ മനുഷ്യരുടെ മനസ്സുകളെ കള്ളക്കഥകളും പ്രത്യേകമായി ഇല്ലാത്ത കാര്യങ്ങളും ചിലതൊക്കെ പറഞ്ഞിട്ട് വിശ്വസിപ്പിച്ച് തെറ്റിക്കലാണ് ഏഷണിക്കാരൻ ചെയ്യുന്നത്. അത് വലിയ പാപമാണ്. രണ്ടാളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരാൾ പറഞ്ഞത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കാം. ഇമാം നവവി റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു താരീഫുണ്ട്. എന്താ ഇമാം നവവി പറഞ്ഞറിയോ? ഹിയ അതായത് നമീമത്ത് എന്ന് പറഞ്ഞാൽ നഖ്ലു കലാമിൻ നാസി ബഅദിഹിം ഇലാ ബഅദിൻ അലാ ജിഹത്തിൽ ഇഫ്സാദ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയാണ്, ജനങ്ങളുടെ സംസാരം അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കാനായി പരസ്പരം എത്തിക്കുന്ന പണിയാണ് നമീമത്ത്. ഇമാം മുസ്ലിമിന്റെ ശറഹിൽ അവിടുന്ന് വിശദീകരിക്കാം. ഇതാണ് അല്ലാഹു തആല പറഞ്ഞതെന്നറിയോ? ഹമ്മാസിം മശാഇം ബിനമീം ഹമ്മാസിം മശാഇം ബിനമീം. ഹമ്മാസ് അതുപോലെ മശാഇം ബിനമീം. അല്ലാഹ് പറഞ്ഞു വിശുദ്ധ ഖുർആനിലെ 68 അധ്യായത്തിന്റെ 11 കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനുമായ. ഇവിടെ മശാഇം ബിനമീം എന്ന് പറഞ്ഞാൽ അതായത് ഇമാം ബഗവിക്ക് കൊടുക്കാണ് യംശി ബൈനൻ നാസി ബിന്നമീമ. അവൻ നമീമത്ത് കൊണ്ട് ജനങ്ങൾക്കിടയിലൂടെ ചുറ്റി നടക്കുന്ന ഏഷണിയുമായിട്ട്. അതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉനബ്ബിഉകും അൽ അദ്ഹു. അദ്ഹ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. അദ്ഹ് എന്ന് പറഞ്ഞാല് അതിന് വിശദീകരിക്കുന്നിടത്ത് കാണാം അപവാദങ്ങളും നുണകളും എല്ലാം കൂടി മിക്സ് ചെയ്തൊരു പദത്തിനാണ് അദ്ഹ് എന്ന് പറയുന്നത്. വേറെയും ചില വിശദീകരണങ്ങൾ കാണാൻ പറ്റും, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇത് റസൂൽ പറഞ്ഞു ഹിയ നമീമത്തുൽ ഖാലത്തു ബൈനൻ നാസ്. എന്താണ്? ഞാൻ അങ്ങക്ക് അറിയിച്ചിരുത്തത് അതെന്താ? ജനങ്ങൾക്കിടയിൽ ഏഷണി പ്രചരിപ്പിക്കലാണെന്നാണ്. അല്ലാഹുൽ മുസ്തആൻ. ഇങ്ങനെ ഏഷണി പ്രചരിപ്പിക്കുന്നവന് കിട്ടാൻ പോണ എന്താ നിങ്ങള്? ഖബറിൽ ശിക്ഷയാണെന്ന്. നേരത്തെ പറഞ്ഞ ഹദീസിലെ 2 ഖബറുകൾക്കിടയിലൂടെ നബി നടക്കുകയും രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുകയും കൂട്ടത്തിൽ ഒരാൾ മൂത്രത്തിൽ നിന്ന് ശുദ്ധിയാകാത്തവനാണെന്ന് പറഞ്ഞു. അതിന്റെ ബാക്കി നബി പറയാണ്, എന്നാൽ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വഅമ്മൽ ആഖറു, രണ്ടാമത്തെയാൾ ഫകാന യംശി ബിൻ നമീമ, ഏഷണിയുമായി നടക്കുന്നവനാകുന്നു. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 218 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം ഇബ്നു അബി ദുനിയ അദ്ദേഹത്തിന്റെ മൗസൂയിൽ കൊടുക്കുന്ന കാണാം കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വാക്കെന്ന് വെച്ചാല് നിങ്ങൾ ഏഷണിയെ സൂക്ഷിക്കണം. നിശ്ചയം ഏഷണിക്കാരന് ഖബർ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുകയില്ല. ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന പാപങ്ങളുടെ ലിസ്റ്റ് ഇമാമിങ്ങൾ അവരുടെ കിതാബിൽ രേഖപ്പെടുന്നിടത്ത് ശിർക്കും കുഫറൊക്കെ കഴിഞ്ഞിങ്ങനെ വരുന്നിടത്ത് പിന്നെ പ്രധാനമായി എടുത്തു കൊടുക്കുന്നത് ഏഷണിയുമായി നടക്കുന്നവരാണ്. അതേപോലെ തന്നെ കൂടെ പറയുന്ന ഒരു സാധനം എന്താ? പരദൂഷണം. അതും അതിൽപ്പെട്ടാണ്. ഏഷണിയും പരദൂഷണവും രണ്ടും ഖബറിൽ ശിക്ഷയുള്ള കാര്യമാണ്. ഇതും അതേ വിഷയമാണ്. 2 ഖബറുകൾക്കിടയിലൂടെ നബി കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ 2 പേര് ശിക്ഷിക്കപ്പെടുന്നു. ഏതെങ്കിലും കുറ്റത്തിനല്ല. ഒരാൾ ശിക്ഷിക്കപ്പെടുന്നത് മൂത്രത്തിൽ നിന്ന് ശുദ്ധിയാകാത്തതിനാലും, രണ്ടാമത്തവർ ശിക്ഷിക്കപ്പെടുന്നത് വഅമ്മൽ ആഖറു ഫയുഅദ്ദബു ഫിൽ ഗൈബ, ഒയ്ബത്തിന്റെ കാര്യത്തിലാണ്. ഒയ്ബത്തിന് പച്ച മലയാളത്തിൽ നമ്മൾ പറയാം പരദൂഷണം എന്നാണ്. ഈ ഹദീസിന് ഹസനായ ഹുക്കുമാണ് അല്ലാമത്തുൽ അൽബാനി റഹ്മഹുല്ലാഹ് നൽകിയിട്ടുള്ളത്. റബ്ബ് പറഞ്ഞതാണ് വലാ യഗ്തബ് ബഅദുഹും ബഅദാ വലാ യഗ്തബ് ബഅദുകും ബഅദാ. 49 അധ്യായം സൂറത്തുൽ ഹുജറാത്ത് 12 ആയത്ത്. നിങ്ങളിൽ ചിലരുടെ അഭാവത്തിൽ, ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിച്ച് പറയരുത്, ഗൈബത്ത് പറയരുത്. അല്ലാഹു പച്ചയായി ഖുർആനിലൂടെ പറഞ്ഞു. ഏഷണി പറയരുത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഗൈബത്ത് നടത്തരുത്, നമീമത്ത് പോലെ തന്നെ ഗൈബത്ത് നടത്തരുത്. ഈ ആയത്തിനൊക്കെ വിവരിക്കുന്നിടത്ത് കാണാം ജാമിഉൽ അഹ്കാമിൽ ഖുർആനിൽ അല്ലാമ ഇമാം ഖുർതുബി റഹ്മത്തുള്ളാഹി അലൈഹി അഹ്കാമുകളെ വിവരിക്കുന്നിടത്ത് കാണാം. അദ്ദേഹം പറയാണ് ലാ ഖിലാഫ അന്നൽ ഗൈബത മിനൽ കബായിർ. ഗൈബത്ത് പരദൂഷണം എന്ന് പറഞ്ഞാൽ അത് വൻ പാപങ്ങളിൽ പെട്ടതാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. وأن من اغتاب أحدا عليه أن يتوب إلى الله عز وجل.
ആരെങ്കിലും പരദൂഷണം പറഞ്ഞാൽ അവൻ അള്ളാഹുവിങ്കിലേക്ക് ഖേദിച്ച് മടങ്ങൽ, തൗബ ചെയ്യൽ നിർബന്ധമാണ്, വാജിബാണെന്ന്. അപ്പൊ ശരിക്കും തൗബ നിർബന്ധമുള്ള ഒരു തിന്മയാണെന്ത് ഗീബത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചിലപ്പോ നമ്മളിങ്ങനെ ആലോചിക്കും, നമ്മളൊക്കെ എങ്ങനെ ഇപ്പൊ അതിനെ കാണുന്നു. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാക്കുകൂടി നിങ്ങൾ കേൾക്കണം. അദ്ദേഹം പറഞ്ഞെന്തറിയോ, അൽ ഗീബത്തു അശദ്ദു മിനദ്ദൈൻ, കടത്തെക്കാൾ ഗൗരവപ്പെട്ടതാണ് പരദൂഷണം. ഒരാളിൽ നിന്ന് മറ്റൊരാൾ വാങ്ങുന്ന കടല്ലേ, കടമായി പണം മറ്റോ വാങ്ങുന്നത് അതിലേറെ ഗൗരവമാണ്. കാരണം എന്താ, അദ്ദൈനു യുഖ്ദാ വൽ ഗീബത്തു ലാ യുഖ്ദാ. അല്ലാഹു അക്ബർ, വല്ലാത്ത വാക്കാണ്. കാരണം കടം എന്ന് പറഞ്ഞാൽ വീട്ടാൻ പറ്റും, തിരിച്ചു കൊടുക്കാൻ പറ്റും. പരദൂഷണമാകട്ടെ വീട്ടാൻ സാധിക്കുകയില്ല. പരദൂഷണത്തിൽ ഏർപ്പെട്ടവൻ, പറഞ്ഞുപോയവൻ ഒന്നില്ലെങ്കിൽ ഖബറിലാകാം, അല്ലെങ്കിൽ ഇയാൾക്ക് ബന്ധപ്പെടാൻ പറ്റാത്ത ഏതെങ്കിലും നാട്ടിലാകാം. എങ്ങനത് വീട്ടും അള്ളാഹിനോട് പറയാം, ഓക്കെ. പക്ഷെ വ്യക്തിയോട് തൗബയുടെ ഷർത്ത് പറയുന്നത് നാലിലൊന്നെന്താണ്, വ്യക്തികളോടുള്ളത് പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ കൊടുത്തു വിട്ടണമെന്നാ, എങ്കിലേ തൗബയുടെ ഷർത്ത് പൂർത്തിയാവുള്ളൂ. എങ്ങനെ വിട്ടും സുബ്ഹാനക്കെ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഗീബത്ത്. ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാക്കുകൂടി പറയട്ടെ, ഫകം അഫ്സദത്തുൽ ഗീബത്ത് മിൻ അഅമാലി സ്വാലിഹീൻ. ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം ഞാൻ പറഞ്ഞ വാക്ക്. സ്വാലിഹീങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്തുമാത്രമാണ് ഗീബത്ത് നശിപ്പിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളും അറിയാതെ നമ്മുടെ അമല് പലതും ഗീബത്ത് കൊണ്ടുവരുന്നു. വകം അഹ്ബതത് മിൻ ഉജൂരിൽ ആമിലീൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലങ്ങൾ എന്തുമാത്രമാണ് അത് നിഷ്ഫലമാക്കിയിട്ടുള്ളത്. ലോകങ്ങളുടെ റബ്ബിന്റെ കോപം എന്തുമാത്രമാണ് ഈ ഗീബത്ത് കാരണത്താൽ നേടിത്തന്നിട്ടുള്ളത്. നീചന്മാരുടെ ഭക്ഷ്യഫലമാണത്. ദുർബലരായ ആളുകൾക്ക് അതൊരായുധമാണ്. തഖ്വയുള്ളവരുടെ നാവുകൾ പോലും ചിലപ്പോൾ ചവച്ചു തുപ്പിയേക്കാവുന്ന ഒന്നാണത്. മാന്യന്മാരുടെ കേൾവികൾ പോലും ചവച്ചിറക്കിയേക്കാവുന്ന ഒരു ഇറച്ചി കഷ്ണമാണത്. അത്ര ഗൗരവമുണ്ടോ ഗീബത്തിന്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശിക്ഷിക്കപ്പെടാൻ കാരണമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട എല്ലാ തിന്മയെന്നും അത് ഏതാണെന്നറിയാനും അതിൽ നിന്ന് മാറി നിൽക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസികുമ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഞാന് എന്റെ മുന്നിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തികളോട് ഒരു ചെറിയ നസീഹത്ത് പറയാണ്. നിങ്ങളൊന്നും വിചാരിക്കരുത്. നമ്മളെപ്പോഴും അള്ളാന്റെ പള്ളിയിലേക്ക്, ഞാൻ ഇമാമി മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ കയറി വരണം. അതാണ് ശരിക്കും ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞാൽ ആ കവാടത്തിങ്കിൽ 2 മലക്കുകൾ ഉണ്ടാവുന്നതാണ്. അള്ളാന്റെ റസൂൽ പറയും, ഞാൻ പറഞ്ഞല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ ലെഡ്ജറായിട്ട് ഇരിക്കേണ്ടാവുന്നതാണ്. നബി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആദ്യം വരുന്ന ആൾ എഴുതിയേക്കും, ഓന് കിട്ടുന്ന കൂലി നബി പറഞ്ഞല്ലോ. ഇമാമ മിമ്പറിലേക്ക് കയറിയാൽ ഇമാമ മിമ്പറിലേക്ക് കയറിയാൽ പോലെ ലെഡ്ജർ അടച്ചു വെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ വിചാരിക്കണം അതൊന്നും കുഴപ്പമില്ല, അള്ളാന്റെ അടുത്തുണ്ടാവൂലേ. എല്ലാതും അങ്ങനെ തന്നെയാണ്. ഇവിടെ എഴുതുന്ന മലക്കുകളും അള്ളാന്റെ തന്നെ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മളെ നിഷേധ സ്വഭാവവും ഒരു അവഗണനാ മനസ്ഥിതിയൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് ഇൻഷാ അള്ളാ നമ്മള് ഇമാമ മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് എല്ലാ ആളുകളും പള്ളിയിലെത്തുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിത ക്രമത്തെ ഒന്ന് ക്രമീകരിക്കണം എന്ന് സ്നേഹത്തോട് ഉറപ്പെടുത്താം. രണ്ടാമത്തെ കാര്യം ഇൻഷാ അള്ളാ, നമ്മൾ വന്ന ആദ്യം വേണ്ടത് 1ാമത്തെ സ്വപ്പിലായിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് പുറകിലേക്ക് വേണ്ടത്. അതുകൊണ്ട് പുറകിൽ കസേരട്ടിരിക്കുന്ന ആൾക്കാരും അപ്പുറത്ത് AC പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ പരമാവധി കുറഞ്ഞ സമയമുള്ളൂ, 1/2 മണിക്കൂർ ഉണ്ടാവുള്ളൂ മാക്സിമം. അതുകൊണ്ട് അള്ളാന്റെ പള്ളിയിൽ തന്നെ പറഞ്ഞ മാതിരി സുജൂദ് ചെയ്യുമ്പോൾ പള്ളിന്റെ ഉള്ളിൽ, അവന്റെ മുതുകത്താണെങ്കിൽ കുഴപ്പമില്ല, പള്ളിന്റെ ഉള്ളിൽ തന്നെ കയറിയിരിക്കാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ ഗൗരവപ്പെട്ട വാക്കുകൾ സലഫുകളുടെ ഇതുണ്ട്. അതുകൊണ്ട് നമ്മള് ഗൗരവത്തോടുകൂടി കാണാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കൂട്ടത്തിൽ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒന്നും മാത്രം പറയണം. കടബാധ്യതയോടുകൂടി മരണപ്പെടുക എന്നുള്ളത്
ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ കാരണമാകുന്ന ഒരു പാപമാണ്. അല്ലാഹു തആല കാക്കട്ടെ. നമ്മളെല്ലാവരും ഒരിടത്തിൽ കടബാധ്യതയുള്ളവരാണ്. കടം വാങ്ങിക്കൂട്ടി അതിന്റെ ഭാരം മുതുകിൽ പേറി ഖബറിലേക്ക് പോകുന്നതിന് നമ്മൾ ഭയക്കേണ്ടതുണ്ട്. കാരണം എന്താ അറിയോ, കടബാധ്യതയുള്ളവന്റെ പരലോകത്തേക്കുള്ള യാത്ര വളരെ പ്രയാസകരമാണ്. കടത്തിന് കൈനീട്ടാൻ നിർബന്ധിതനായാൽ പോലും ആവശ്യമുണ്ടെങ്കിൽ, ആവശ്യം, അത്യാവശ്യം, ആവശ്യം, അനാവശ്യം, അവശ്യ സാധനങ്ങൾ, ആവശ്യത്തിന് മാത്രമേ ശരിക്കും നമ്മൾ കടം തന്നെ വാങ്ങാൻ പാടുള്ളൂ. വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട കാര്യം. അല്ലെങ്കിൽ അവൻ ഖബറിൽ ബന്ധിതനാണ്, ബർസഖിൽ. വിശാലമായ ചർച്ച. അതിലൊരു ഹദീസിൽ ഇപ്രകാരം കാണാം, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ളഅ അൻഹു. കടം വീടുന്നതുവരെ ഒരു മുഅ്മിനിന്റെ ആത്മാവ് അതുമായി ബന്ധിപ്പിക്കപ്പെടുന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയത്തിൽ വന്ന ഹദീസുകൾ ഒരുപാട് കാണാം. മരിച്ചൊരാളുടെ കടം ആരെ ഏറ്റെടുക്കുമെന്ന് ചോദിക്കുന്നിടത്ത് ഒരാളത് ഏറ്റെടുക്കുകയും പിന്നീട് നബി കാണുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, നീ കടം കൊടുത്തിട്ടില്ലേ, അദ്ദേഹത്തിന്റെ കടം വീട്ടിയില്ലേ? അപ്പൊ അദ്ദേഹം പോയി കടം വീട്ടി. അത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അദ്ദേഹത്തിന്റെ കടങ്ങൾ വീട്ടി എന്ന് പറഞ്ഞെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് ആ കടവുമായി അയാൾ ബന്ധിതനാണെന്നാണ്. ആ കടം വീട്ടാത്തിടത്തോളം അയാൾക്ക് എന്താണ്, അയാൾക്കൊരു സമാധാനം. ഷഹീദിന് പോലും കടം ഭാരമാണ്. ഏത് ഷഹീദ്? മരിച്ച നേരെ സ്വർഗത്തേക്കാണ്, നേരെ സ്വർഗത്തിന്റെ അഹലുകാരനാണ്. ആദ്യത്തെ രക്തത്തുള്ളിയിൽ അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. ആ ഷഹീദിന് പോലും സ്വർഗമില്ല നരകമില്ലാത്ത ഒരു രീതിയിലേക്ക് നിശ്ചയിക്കുന്ന ഒന്നാണ് കടം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, കടം ഹലാലാണ്, അനുവദനീയാണ്. അപ്പൊ കടത്തിന്റെ കൂടെ പലിശ കൂടി ഉണ്ടെങ്കിലോ, ഇൻട്രസ്റ്റ് ഉള്ള കടാണെങ്കിലോ, ബാക്കി നിങ്ങൾ നല്ലോണം ആലോചിച്ച് നോക്കിയാൽ മതി. കച്ചവടത്തിനത് വേണോ, കൃഷിക്കത് വേണോ, കല്യാണം കഴിപ്പിക്കുന്നിടത്തത് വേണോ, യാത്രക്ക് വേണോ, വണ്ടി വാങ്ങാൻ വേണോ, ഒക്കെ നമ്മൾ നല്ലോണം ആലോചിക്കുക. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. അതുകൊണ്ട് കടം വലിയ അപകടമാണ്. ഇക്കൂട്ടത്തിൽ ഒരുപാട് പാപങ്ങളെ കുറിച്ച് കാണാം. ശുദ്ധിയില്ലാതെ നിസ്കാരം നിർവഹിക്കുക, അത് ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ കാരണമാകും. അതുപോലെ കഴിവുണ്ടായിട്ടും ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കാതിരിക്കുക, ഇത് ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ കാരണമാകും. മയ്യത്തിന്റെ കുടുംബക്കാരുടെ അനിസ്ലാമികമായ ദീന് വിലക്കിയ കരച്ചിൽ, അതായത് ഈ റിഫ്ഖിന്റെ ലയ്യിന്റെ ഭാഗമായി വരുന്ന ആ കരച്ചിലല്ല, ആർത്തട്ടഹസിച്ച് അലമുറിയിട്ട് ഒരു ജാഹിലിയ കാലത്തെ കരച്ചിലുണ്ടല്ലോ, ആ കരച്ചിൽ ഇപ്പോഴും കാണാൻ നാട്ടില്. ആ കരച്ചിലൊക്കെ ഖബറിൽ ആ മയ്യത്തിന് ശിക്ഷിക്കപ്പെടാൻ കാരണമാകും. അതേപോലെ തന്നെ ഖുർആൻ പഠിക്കുക, എന്നിട്ട് ഖുർആൻ അനുസരിച്ച് ജീവിക്കാതിരിക്കുക, അതുപോലെ നിർബന്ധ നിസ്കാരം നിർവഹിക്കാതെ കിടന്നുറങ്ങുക, നിർബന്ധ നിസ്കാരം നിർവഹിക്കാതെ കിടന്നുറങ്ങുക, കളവ് പ്രചരിപ്പിക്കുക, വ്യഭിചരിക്കുക, പലിശ പൂജിക്കുക, അങ്ങനത്തെ എല്ലാ തിന്മയും അവസാനം പരലോകത്തെത്തുന്നതിന് മുമ്പ് തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത് 20-ലധികം തിന്മകളാണ് എണ്ണിയത്, 20-ലധികം പാപങ്ങൾ ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 7047 നമ്പറായി സമറത്ത് ബിൻ ജുന്ദബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞാൻ അതിന്റെ വാക്കുകളാണ് അതിന്റെ അവസാനത്തിൽ ഞാൻ പറഞ്ഞത്. ചുരുക്കത്തിൽ ഖബറിൽ രക്ഷയുള്ളതുപോലെ തന്നെ ശിക്ഷയുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നത് പോലെ തന്നെ ഖബറിൽ രക്ഷയും വളരെ പ്രധാനമായ കാര്യമാണ്. അവിടുന്ന് വിജയിച്ചാൽ ശേഷമുള്ളതെല്ലാം എളുപ്പമാകും, അവിടെ പരാജയപ്പെട്ടാൽ ശേഷമുള്ളതെല്ലാം പ്രയാസകരമാകുമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമ അവിടുന്ന് പറഞ്ഞ് നമ്മൾ നന്നായി ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബർ ജീവിതവും ശേഷമുള്ള ജീവിതമൊക്കെ അല്ലാഹു ഏറ്റവും സലാമത്തിലാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ശാരീരിക, മാനസിക, സാമ്പത്തിക വിഷമതകളൊന്നും അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനും അധ്വാനിക്കാനും പണം ചെലവഴിക്കാനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ നിർവഹിച്ചത് മുഴുവനും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന നിരാലംബരും നിസ്സഹായരുമായ ഉമ്മത്ത് മുസ്ലിമ അല്ലാഹുർക്ക് സമാധാനം ചൊരിയുമാറാകട്ടെ. അത്തരം പരീക്ഷണങ്ങൾ അല്ലാഹു തആല നമ്മയും നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു ഈ രാജ്യത്തെ ദഅവത്തിന് വളക്കൂറുള്ള ഒരു മണ്ണാക്കി അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.